ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതിലേക്ക് ആവശ്യമായി നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും ആവശ്യമുണ്ട്. അത് ഒരേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കുക്കറിൽ നമുക്ക് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. സമയം കൊണ്ട് നമുക്ക് ബാക്കി റെഡി ചെയ്യാം. ഒരു പാൻ എടുത്ത് അടുപ്പി വെച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുത്ത് അതൊന്ന് വഴണ്ട് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് 2 സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, വേഗത്തിലൊന്ന് വഴണ്ടി കിട്ടാൻ. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി. അത് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിൽ നമുക്ക് ഉപ്പും എല്ലാം നോക്കി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഉപ്പും നോക്കി ഒരു 1/2 മണിക്കൂർ ഒന്ന് പാലിൽ കിടന്ന് ചിക്കനും എല്ലാം ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പാത്രം ചേഞ്ച് ചെയ്യുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കണം, കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കണം. എല്ലാം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല എരിവുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായ മതി, തിളക്കരുത്. ചെറുതായിട്ട് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് ടേസ്റ്റിനും കറിയൊന്നൊരു കുറുക്കം കിട്ടാൻ വേണ്ടി നമുക്ക് കാഷ്നട്ട് പൊടിച്ചതും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം.
അതൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെയും വഴറ്റിക്കൊണ്ടിരിക്കാം. കൊണ്ടിരിക്കുന്ന ചിക്കൻ സ്റ്റൂവിലേക്ക് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്രെഡ് അല്ലെങ്കിൽ പാലപ്പം. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ബൈ.